അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ആണല്ലോ അല്ലേ. ആർക്കും പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല. മഴക്കായിട്ട് അങ്ങനത്തെ തീരാണ് പണി. ചില അധികം ആൾക്കാർക്കൊന്നും പണിയില്ലല്ലോ ഇപ്പോൾ മഴ ആയിട്ട്. ഇവിടെയും പീടികയിൽ കച്ചവടം കുറവാണ്. കച്ചവടം തന്നെ ഇല്ല. ഞാൻ കട തുറന്നിട്ട് കുറച്ച് ദിവസമായിരിക്കുന്നു. കച്ചവടം ഇല്ല. പിന്നെ വെയിലൊക്കെ ആവണോ. കച്ചവടം ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെയിലൊക്കെ ആവണോ. എന്നാലും കുറേ ആൾക്കാരോട് ഞാൻ ചോദിക്കും ഫോണിലൊക്കെ. അപ്പോൾ ആർക്കും ഇതന്നെ പണിയൊക്കെ എല്ലാവർക്കും ഉണ്ടാകില്ലല്ലേ സാധനം എടുക്കാനും പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലാണ് ഇപ്പോൾ. പിന്നെ 3 ദിവസം ഉണ്ട് ഇവിടെ. സ്കൂൾ പോയിട്ടില്ല. അവർക്ക് കഫക്കെട്ടായിട്ട്. ആദ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ടുപോയി കാണിച്ചതായിരുന്നു കഫക്കെട്ടായിട്ട്. പിന്നെ വേഗമായിട്ടില്ല. അന്നേരം അതുകൊണ്ട് ആൾക്ക് പനിയും ചെറുതായിട്ടുള്ള കഫക്കെട്ടും. അപ്പോൾ കാണിച്ചിട്ട് ഇവിടെ ഉണ്ട്. കാണിച്ചിട്ട് ഇന്നലെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകും. തണുപ്പല്ലേ മഴയൊക്കെ ആയിട്ട് നല്ലോണ്ട് വേഗം മാറി കിട്ടുന്നില്ല. തണുപ്പല്ലേ ഇപ്പോൾ, അതുകൊണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്, ഞങ്ങൾ 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാക്കാക്ക് എൻ്റെ അസുഖം എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാക്കാക്ക് അസുഖം തുടങ്ങിയിട്ട് എത്രയായിരുന്നാണ് ഒന്ന് പറയാൻ പോകുന്നിട്ടാ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിട്ടാം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും. അപ്പോൾ കാക്കാക്ക് അസുഖം തുടങ്ങിയിട്ട് 14 വർഷമായി. ഞങ്ങൾ കല്യാണം 2009 ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. കാക്കക്ക് 2010 ഒക്കെ ആ സമയമൊക്കെ ആയപ്പോഴാണ് കാക്കക്ക് അസുഖം തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോഴാണ് കാക്കക്ക് അസുഖം തുടങ്ങിയത്. കാക്ക ഓട്ടോറിക്ഷയിലെന്നൊക്കെ പോയിരുന്നുണ്ട്. ഡ്രൈവറായിരുന്നു. ഓട്ടോറിക്ഷയിലേന്ന് അങ്ങനെ അന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് 5 മാസമൊക്കെ ആയപ്പോൾ, കല്യാണം കഴിഞ്ഞ് 5 മാസമൊക്കെ ആയപ്പോൾ കാക്ക അബുദാബി പോയി. ഗൾഫിൽ പോയി. അബുദാബി പോയിട്ട് അവിടെ 4-5 മാസമൊക്കെ ആയപ്പോഴാണ് കാക്ക പറയുന്നത്. പിന്നെ അങ്ങനെ തലറ്റി ഒരു ദിവസം രാവിലെ പറഞ്ഞത് അങ്ങനെ തലറ്റി വീണ് പിന്നെ ഞാൻ നാട്ടിൽ വരികയാണ് വയ്യാന്നുള്ളത് അറിയുന്നത്. പക്ഷെ നമുക്കറിയില്ല, അന്ന് ഈ അസുഖമൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഓരൊക്കെ പറഞ്ഞാൽ തലറ്റി വീണതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും കാക്ക ഓട്ടോറിക്ഷയിലെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2010 ഒരു ദിവസം രാവിലെ കാക്ക ഈ അസുഖമായിട്ട് വയ്യാനിട്ട് വീണതും. അന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഈ അസുഖം എന്താണെന്നുള്ള അറിയുന്നത്, കാണുന്നത്. ജീവിതത്തിൽ ഞാനൊക്കെ ഈ അസുഖം അന്നാണ് ജനിച്ചതിന് ശേഷം കാണുന്നത് കേട്ടാ. അങ്ങനെ അപ്പം തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാക്കാനെ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ അഡ്മിറ്റായി. CT സ്കാൻ ചെയ്ത് അന്ന് CT സ്കാനൊക്കെ ചെയ്ത്. അപ്പോൾ അവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അന്ന് കോഴിക്കോട് നിന്ന് വരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു, നരമ്പിൻ്റെ ആള്. ആ ഡോക്ടർ ആദ്യമായിട്ട് കാണിച്ചത്. അപ്പോൾ മൂപ്പര് ആ ഡോക്ടർ 2 വർഷം ഗുളി കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് 2 വർഷം ഗുളി കുടിച്ചാൽ മാറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എൻകോറേറ്റ് ക്രോണോ എന്നുള്ളൊരു മരുന്നായിരുന്നു കുടിക്കുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗുളിക കുടിച്ചപ്പോൾ കുറേയൊക്കെ മാറ്റം ഉണ്ടായിരുന്നു ആൾക്ക്. അന്ന് കുറേയൊക്കെ മാറ്റം ഉണ്ടായിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അസുഖത്തിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ. അങ്ങനെ കാക്ക സൗദിയിൽ പോയി. പോയിട്ട് എൻ്റെ അപ്പ കൊണ്ടുപോയി സൗദിയിൽ പോയിട്ട് ആദ്യം ഒരു 1.5 വർഷമൊക്കെ നിന്ന്. അപ്പോൾ രാത്രിക്ക് അസുഖം അവർക്ക് അറിയില്ലല്ലോ. കൂടെ വേറെ ഒരാളുണ്ടായിരുന്നു റൂമില്ല. അവർ വിളിക്കുന്ന പറഞ്ഞു കാക്ക അസുഖം ഉണ്ടാകുമ്പോൾ അപ്പാക്ക് വിളിക്കുന്നതാണ്. അങ്ങനെ 1.5 വർഷം അവിടെ നിന്നിട്ട് ഡ്രൈവർ വീട്ടിൽ അറബിൻ്റെ വീട്ടിൽ ഡ്രൈവർ ജോലി ചെയ്യുന്നു. ഡ്രൈവർ പണിക്ക് ഇപ്പോൾ കൊണ്ടായത്. ഇപ്പോൾ അവിടെ ഡ്രൈവർ ആയിരുന്നു. കാക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കാക്കാരൊക്കെ നാട്ടിലാണ്. ഇപ്പം മരിച്ചും ചെയ്ത്. സൗദി തന്നെ കൊറോണൻ്റെ സമയത്ത് മരിച്ചത്. അപ്പോൾ അവിടുന്ന് പിന്നെ അങ്ങനെ 1.5 വർഷം അവിടെ നിന്നിട്ട് പിന്നെ കാക്ക നാട്ടിലേക്ക് ലീവിന് വന്നിട്ട് ഇവിടെ 3 മാസം നിന്നിട്ട് വീണ്ടും സൗദിയിലേക്ക് തന്നെ തിരിച്ച് പോയിട്ട് ഒരു 3 മാസമൊക്കെ ആയപ്പോഴാണ് പിന്നെ അവിടുന്ന് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് ഈ അസുഖം വണ്ടി ഓടിച്ച് ഇങ്ങാണ്ടിരിക്കുമ്പോൾ ഡിവൈഡറിനെ വണ്ടി ഇടിച്ചിട്ട് പിന്നെ ആക്സിഡൻ്റ് ആയിട്ട് ഒക്കെ തിരിച്ച് പോകുന്നുണ്ട്. സൗദിയിൽ നിന്ന് തിരിച്ച് വരുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് പിന്നെ അവർക്ക് പേടിയാവുമല്ലോ. നമുക്കൊക്കെ പേടിയല്ലേ ഈ അസുഖത്തിൻ്റെ ഗൗരവം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോഴാണ് നമുക്ക് അറിയുന്നത് തന്നെ. നമുക്കറിയില്ല എന്താ ഈ അസുഖമൊന്നും അറിയില്ല. പിന്നെ അവിടുന്ന് വന്നതിൻ്റെ ശേഷം ഇവിടെ കുറേ പിന്നെ വണ്ടി എടുക്കാനൊക്കെ പോയിക്കുന്നു. ഡ്രൈവർ പണി തന്നെ ആയിരുന്നു. പക്ഷെ പിന്നെ ഈ അസുഖത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ പിന്നെ അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടർമാരെ കാണിക്കുന്നുണ്ട്, മരുന്ന് കുടിച്ച് ഇരിക്കണമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മരുന്ന് കുടിച്ചിരിക്കുമ്പോഴും വീണ്ടും അസുഖം വരും.
അങ്ങനെ ഡോക്ടർമാരെ മാറി മാറി കാണിച്ചപ്പോൾ കോഴിക്കോട് കാണിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കാണിച്ച് എംആർഐയിൽ ഇങ്ങനെ പറഞ്ഞ് ഡാൻസാൾ കാണിച്ച്. അപ്പോൾ ആ മരുന്ന് കുടിച്ചിരിക്കുമ്പോഴൊക്കെ ആള് പണിക്ക് പോകും. പിന്നെ ഡ്രൈവർ പണി നിർത്തിയിട്ട് കൽപ്പണിക്ക് പോയി കൊടുത്തയാള്. ഇതേപ്പം പഠനം കൽപ്പണി കുറേ പോയി. അങ്ങനെ പോയിങ്ങാണ്ടിരിക്കുമ്പോഴാണ് 2021 കാക്കക്ക് അസുഖം കൂടിയതൊക്കെ. പണിക്ക് പോയിരുന്നത് അസുഖം കൂടിയതൊക്കെ 2021 മുതൽ അങ്ങനെ ആള് പണിക്കൊന്നും പോകുന്നില്ല, പോകാൻ വയ്യ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിലൊക്കെ അല്ലേ. അപ്പോൾ അത്രയും ഡോസുള്ള മരുന്നാണ് ആൾ കുടിക്കുന്നത്. ശുചിത്വത്തെ മരുന്ന് അത്രയും ഡോസുള്ള ഇവിടുന്നൊക്കെ ശുചിത്വത്തെ എത്തിയപ്പോഴത്തേക്കും ഡോസ് കൂട്ടി. ആ ഡോസ് കൂടുതലുള്ള മരുന്ന് തന്നെ സർജറി കഴിഞ്ഞതിൻ്റെ ശേഷം എപ്പോഴും അന്നാ കുടിച്ചിരുന്ന മരുന്ന് തന്നെയാണ് ഇപ്പോഴും കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ വിശേഷം. അപ്പോൾ ഞങ്ങൾ ചാനൽ എല്ലാവരും കാണുക, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.